ഹലോ ഹീലിംഗ് ഫാമിലി. ഞാൻ സ്പെല്ലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഫുൾ മൂണിന് നമ്മൾ ഈ ഫുൾ മൂണിനല്ല, എല്ലാ മാസവും ഫുൾ മൂണിൽ നമ്മൾ സ്പെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ നിലവിൽ 4 സ്പെല്ലുകളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെല്ലിൻ്റെ ഒരുപാട് എൻക്വയറി വരുന്നത് കൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്പെല്ലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ സ്പെല്ലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ 4 സ്പെല്ല് വരുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു തരാം സ്പെല്ല് എന്തിനാണെന്ന് വെച്ചാൽ. ഫസ്റ്റ് സ്പെല്ല് എന്ന് പറയുന്നത് ഒബ്സഷൻ സ്പെല്ലാണ് കേട്ടോ. ഒബ്സഷൻ സ്പെല്ല് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ, നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഒരു പേഴ്സൺ നമ്മളിലേക്ക് ഒബ്സസ്ഡ് ആവുക എന്ന് പറയും. ആ ഒരു പേഴ്സൺ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളോട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ പഴയൊരു സ്നേഹം നമ്മളിലേക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ ഒരു പഴയ സ്നേഹത്തെ അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒബ്സഷൻ സ്പെല്ല് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സ്പെല്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ നമ്മളെ കുറിച്ചിട്ട് തന്നെ ചിന്തിക്കാനായിട്ടാണ് ഈ ഒരു സ്പെല്ല് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പേഴ്സണുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവുകയും ആ ഒരു കണക്ഷൻ കുറച്ചുകൂടെ നന്നാവുകയും ചെയ്യും കേട്ടോ. നമുക്ക് ആ പേഴ്സൻ്റെ അറ്റൻഷൻ ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു പേഴ്സൺ കോൺസ്റ്റൻ്റ്ലി നമ്മളെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സ്പെല്ലിൻ്റെ ഡിസ്ക്ലെയിമർ എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപദ്രവിക്കുന്ന പേഴ്സൺ വല്ലതുമാണെങ്കിൽ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. നമ്മൾ ഉപദ്രവിക്കുന്ന ആൾക്കാരൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഒബ്സഷൻ ചെയ്ത് വരുത്തുന്നതും എന്താണ്, കുഴിയിലേക്ക് ചാടുന്ന ഒരുപോലെ അല്ലേ. നിങ്ങൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഒബ്സഷൻ ചെയ്യല്ലേ. പകരം പാവമാണ് എൻ്റെ പേഴ്സൺ, പാവമാണ്, എന്തൊക്കെയോ സിറ്റുവേഷൻ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ആള് മിണ്ടാതായി പോയി, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്പാർക്ക് ആ ഒരു കണക്ഷനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെല്ലാണ് ഒബ്സഷൻ സ്പെല്ല്. ഏതൊരു സ്പെല്ല് ചെയ്യുമ്പോഴും ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പെൽ അക്കോർഡിംഗ് ടു എൻ്റെ ഒപ്പീനിയൻ കേട്ടോ, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലാണ്. കാര്യം നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെ ഇടയ്ക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ മനുഷ്യരാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഏതെങ്കിലും സാഹചര്യത്താലായിരിക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളോടൊരു പിണക്കം സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തെ നമുക്ക് തേർഡ് പാർട്ടി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ്, എന്തെങ്കിലും ബ്ലാക്ക് മാജിക് സ്പെല്ലുകൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ അകറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസും അങ്ങനെ തേർഡ് പാർട്ടിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് ചെയ്യാം കേട്ടോ. ആ പേഴ്സണ് മറ്റെന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു സന്തോഷം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ ഇസ് ദ ബെസ്റ്റ് കേട്ടോ. തേർഡ് സ്പെൽ എന്ന് പറയുന്നത് കം ബാക്ക് ടു മീ സ്പെല്ലാണ്. കം ബാക്ക് ടു മീ സ്പെൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ തമ്മിലൊരു ഡിവോഴ്സ് ഉണ്ടായി, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെയാണ് ഡിവോഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി. ആ ഒരു പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ ലൈഫിലേക്ക്, ആ ഒരു പഴയ നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു പഴയ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു വൂണ്ട് അല്ലേ, ആ ഒരു വിഷമങ്ങളും അല്ലെ മനസ്സിലുണ്ടായ മുറിവുകളൊക്കെ മാറ്റി ആ ഒരു പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെല്ലാണ് കം ബാക്ക് ടു മീ സ്പെല്ല് കേട്ടോ. ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ മാറും, ആൾ തിരിച്ചു വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഇമോഷണലി ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ആൾ മറന്ന് തിരിച്ചു വരാനാണ്, ഇമോഷണൽ ക്ലെൻസിങ് പോലെയൊക്കെ ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ വരാനാണ് കം ബാക്ക് ടു മീ സ്പെല്ല് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ അടുത്ത സ്പെല്ല് ഫൈനലി നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്പെല്ലാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്പെൽ എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുന്ന ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടാവാം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളെ കുറച്ചുകൂടെ ആൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്പെല്ല് ചെയ്യുന്നത്. പിണങ്ങി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ബ്ലോക്കേജസ് വന്നിട്ട് ആള് മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് കാരണം എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ രീതിയിലൊക്കെ മിണ്ടാതിരിക്കുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെല്ല് ചെയ്യുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. സ്പെല്ല് ചെയ്യുന്നതിന് ഞാൻ റേറ്റ് വാങ്ങിക്കുന്നത് 1000 ആണ് കേട്ടോ. നിലവിൽ 1000 ആണ് വാങ്ങിക്കുന്നത്. 1000 ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളവർക്കാണ് 1000 ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അതല്ലാതെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ലിമിറ്റഡ് സ്ലോട്ട്സ് ആണ് കേട്ടോ, ഓൾറെഡി ഫിൽഡ് ആവുകയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. കാര്യം
ഈ ഒരു ഫെബ്രുവരി 12-ാം തീയതിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഫുൾ മൂണിനാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ എന്താ പറയുക മാസവും ഫുൾ മൂൺ ടൈമിനാണ് നമ്മളിത് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന സ്ലോട്ട്സ് ലിമിറ്റഡ് ആണ്. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെല്ലുകൾക്കൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് എനിക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യാനാണെങ്കിലാണ് ഫീസ് 1000 വരുന്നത്. അതല്ല ഞാൻ ചെയ്യാനാണെന്ന് വെച്ചാൽ 1500 ആണ് നിലവിൽ ഫീസ് കേട്ടോ. അതല്ലാതെ ഇനി ഭാവിയിൽ കൂടാം. നിലവിൽ ഇങ്ങനെയാണ് ഫീസ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻക്വയറി നടത്തിക്കോളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് വൈകിട്ടാണെങ്കിലും റെസ്പോണ്ട് ചെയ്യും. നേരത്തെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്പോൺസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എൻക്വയറി ചെയ്യുന്ന സമയത്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. എല്ലാവർക്കും എല്ലാ ബ്ലോക്കേജസും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ സ്പെല്ലിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമോ എന്ന് വിചാരിച്ചിട്ട് സ്പെല്ല് ചെയ്യാൻ ആരും വരല്ലേ. സ്പെല്ലിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. സ്പെല്ലിന് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്പെല്ലിൻ്റെ റിസൾട്ട് വരാൻ അതനുസരിച്ചിട്ടുള്ള താമസം ഉണ്ടാവും കേട്ടോ. എപ്പോഴാണ് റിസൾട്ട് വരിക എന്നും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്പെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. വിളിക്കാൻ മാക്സിമം ശ്രമിക്കരുത്. പറ്റുന്ന അത്രയും ആൾക്കാർ വാട്സപ്പ് ഉള്ളവരൊക്കെയും വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. അതിൽ സ്പെല്ലിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് അന്വേഷിച്ചാൽ ഞാൻ തന്നെ വാട്സപ്പിൽ റെസ്പോണ്ട് ചെയ്യാം. കാര്യം ഒരുപാട് പേര് വിളിക്കുകയും അതുപോലെ തന്നെ എനിക്ക് അല്ലാതെ തന്നെ റീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഫോണിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോഡറേറ്ററെ വെക്കേണ്ട അവസ്ഥയാണ്. മോഡറേറ്റർക്കാണെങ്കിലും ഫോണിൽ കോൾ വരുന്ന എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടുക. തീരെ പറ്റാതെ വരുന്നവർ മാത്രം എന്നെ വിളിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. അപ്പോൾ എൻക്വയറീസ് ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ബൈ.